ദൈവമായ കർത്താവ് സഹായിക്കും. ഇതൊക്കെ ഒരു സാധാരണപ്പെട്ട സംഭവമല്ല, മറ്റു പലയിടത്തും കാണാനായിട്ട് പറ്റത്തില്ല. ബട്ട് കൃപയാൽ നിങ്ങളുടെ മധ്യത്തിൽ അത് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മെ കേൾപ്പിച്ചതുപോലെ തമ്മിലുള്ളതായിരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇത് വളരെ നല്ലതാണ്. വാസ്തവത്തിൽ എൻ്റെ മനസ്സിന് നിങ്ങൾ വളരെ ആശ്വാസമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ്. ഞാൻ വളരെ സംതൃപ്തിയോടുകൂടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കടന്നു വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഒരു വീട്ടിലേക്ക് വന്ന പോലെ ദുബായ് ചർച്ചിൽ വരെ പോകുന്ന ഒരനുഭവമാണ് എനിക്ക് ഇവിടെ നിങ്ങൾ തരുന്നത്. കാരണം ആ ഒരു നിങ്ങളുടെ ഒരു ട്രീറ്റ് അല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന. പകരം ദൈവസന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ തരുന്ന സന്തോഷം, അതാണ് ജീവിതത്തിൽ വളരെ വലുത്. അതിൽ കൂടി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നുവെന്ന്. അപ്പോൾ ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇതിൽ നിൽക്കുവാനല്ല ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന പോലെ ഇതിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളുടെ സ്നേഹം ഒന്ന് വർദ്ധിക്കണം. പരസ്പരം ആ സ്നേഹത്തിൻ്റെതായിരിക്കുന്ന പ്രകടനങ്ങൾ വെളിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതുമാത്രമല്ല, ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ഈ ദേശത്ത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരണം. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നുവെന്ന് ലോകം അറിയും. നിങ്ങളുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കും. മറ്റ് സഭകളിൽ ഇല്ലാത്തതായിരിക്കുന്നൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അവർ മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരും. അതിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് സഹായിക്കും. അതുകൊണ്ട് ഇതിൽ വർദ്ധിച്ച് മുൻപോട്ട് വരിക. ദൈവം നിങ്ങളെ എല്ലാവരെയും ആത്മീയമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ദൈവം ഉത്തരം നിങ്ങൾക്ക് നൽകട്ടെ. ഒരു നന്മ പോലും മുടക്കാതെ സർവശക്തനായിരിക്കും ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ഒരല്പ നിമിഷങ്ങൾ നമ്മുടെ രാജാതിരാജാവിനെ ഒന്ന് വണങ്ങുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. അവൻ 10,000 സുന്ദരനായിരിക്കുന്നൊരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ധന്യനായിരിക്കുന്ന ഏകാധിപതി. ഹല്ലേലൂയ. സകലതും തൻ്റെ കരങ്ങൾ വഹിക്കുന്നവൻ, എല്ലാ അധികാരമുള്ളവൻ, തകർക്കുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. അവൻ തകർത്താൽ ആർക്കും പണിയുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഒരു വാതിൽ തുറന്നാൽ ഒരു വ്യക്തിക്ക് പോലും അടയ്ക്കുവാൻ സാധ്യമല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം എല്ലാവരും ഒന്ന് വാഞ്ചിച്ചൊരു പുതിയ വഴി ദൈവം നിങ്ങൾ ഒരു പുതിയ വഴി തുറക്കപ്പെടുവാൻ വേണ്ടി എല്ലാവരും വാഞ്ചിച്ചാട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാതയിൽ കാൽ വെച്ചല്ല അവൻ നടക്കുന്നത്, സമുദ്രത്തിന് മുകളിൽ കൂടെ നടക്കുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ പരിപൂർണമായിട്ട് കാൽ കീഴാക്കുവാൻ കഴിവുള്ളവൻ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന എൻ്റെ യേശു അവൻ ഉന്നതനായിരിക്കും ദൈവമാകിയാൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം കണ്ടുകൊടുത്ത് കണ്ടാട്ട, വിശ്വാസം കണ്ടുകൊടുത്ത് കണ്ടാട്ട. ഇന്ന് അന്യഭാഷയിൽ
ദൈവജനമൊന്ന് ആരാധിച്ചാട്ട് അന്യ ഭാഷയിൽ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടുകൂടെ ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ വിടുതൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്യന്ത ശക്തിയുടെ വലിയ വെളിപ്പാട് ഇന്ന് പകൽ Glorious my Father, we praise you, my Master, we thank you. Thank you, my Lord, we thank you, we thank you, we thank you, we thank you. നന്ദി കർത്താവേ, നിനക്ക് നന്ദി രാജാ. ദേവനേ നിനക്ക് നന്ദി. അൻപിൻ പിതാവേ, ഇത് പോര പിതാവേ, ഇതിനേക്കാൾ വലിയത് ഇന്ന് പകൽക്കാലം ഒരു വലിയ ആത്മീയ അനുഭവം ഇന്ന് പകൽക്കാലം ഇവിടുന്ന് ഒഴുകട്ട് കർത്താവേ. ഹല്ലേലൂയ. ഒരു നദിയുടെ ഒരു പകച്ച, ഒരു ഒഴുക്കിന്റെ ഒരു അനുഭവം ഇന്ന് പകൽക്കാലം. യെസ് മൈ മാസ്റ്റർ, നീന്തിട്ടല്ലാതെ കടപ്പാൻ വഴിയാത്ത ഒരു വലിയ നദിയുടെ അനുഭവം ഇന്ന് പകൽക്കാലം. Glorious my Father, we praise you. ദൈവ തേജസ് ഇവിടെ വെളിപ്പെടുന്ന ഒരു കാഴ്ച ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തേജസ്. ഹല്ലേലൂയ. പുതിയ ശക്തി, പുതിയ അനുഭവം. Glorious my Father. Amen. Amen, Lord. Amen, Lord. Kalaba hamdala labakala balaba babagala uggale hamdale labakala balaba. Glory. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? എല്ലാ കണ്ണുകളും നടക്കുമോ? പോസിബിൾ ആകുന്നുവെങ്കിൽ എല്ലാ കരങ്ങളൊന്നും കോർത്തു പിടിച്ചാട്ട് എല്ലാ കണ്ണുകളും അടച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് പകൽക്കാലം പറ, ദൈവത്തിൻ്റെ ശക്തമായിരിക്കുന്നത് വെളിപ്പാടോ. ഓ കാലബ ഹംദല ബക്കാല ബലബ ഉള്ളല ബന്ധല ബഗാല ബലബ ബഗാല ബലബദാല ഉക്കല ഹംദല ബക്കാല ബലബ ബഗാല ബലബദാല ഉഗ്ഗല ഹംദല ബക്കാല ബലബ ബഗാല ബലബ ബഗാല ബലബദാല ഉഗ്ഗാല ബലബ ഹംദല ബക്കാല ബലബ ബഗാല ബലബദാല ഉള്ളല ബന്ധല ബക്കാല ബലബ ബഗാല ബലബദാല ലഗാല ബലബ ബഗാല ബലബ. Glorious my Father, we praise you, my Lord, we thank you. Hamdala labakala balababagala balabadala lagala balababagala balabadala ullala bandala bakala balababagala balababagala balabadala uggale hamdala labakala balababagala balabadala lagala balaba uggala hamdala labakala balababagala balabadala. Glorious my Father, we praise you, my Lord, we thank you, my Lord, we thank you, my Lord, we thank you, 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 my Lord, we thank you, we thank you, we thank you, we thank you. എൻ്റെ കർത്താവേ, നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ
വാഴ്ത്തുക. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. ഒരിക്കൽ കൂടെ കുഞ്ഞാടേ, കുഞ്ഞാടേ വാഴ്ത്തുക. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ, കുഞ്ഞാടേ വാഴ്ത്തുക. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. പരിശുദ്ധനെ തിരുമായി ഞാൻ വാഴ്ത്തപ്പെട്ട പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരപ്പെടുകയാൽ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വർഷിക്കുകയാൽ, എൻ്റെ ദൈവമേ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം അടിയൻ്റെ ഉള്ളത്തിൻ്റെ ആഴത്തിൽ കൂടെ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ജനം അനുഗ്രഹിക്കട്ടെ. എല്ലാ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി മാറട്ടെ. ആത്മീയമായിട്ട് മുൻപോട്ട് പോകുവാൻ തടസ്സമായിരിക്കും ദുഷ്ടൻ്റെ വ്യാപാര ശക്തികൾ, ജോലി സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ശാസിച്ച് ഞാൻ ജയമെടുക്കുക. വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ തടസ്സമിട്ടിരിക്കുന്ന ദുഷ്ടൻ്റെ വാതുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പരിപൂർണമായിട്ട് കൊട്ടി അടക്കുക. ഇന്ന് പകൽക്കാലം ശാരീരികമായിട്ട് ജനം അനുഗ്രഹിക്കട്ടെ, മാനസികമായിട്ട് അവർ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വൻകരങ്ങൾ ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ. കർത്താവേ, ദൈവമേ, ആർക്കും അടയ്ക്കുവാൻ സാധിക്കാത്തൊരു വാതില് നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നപ്പ. ഈ ദിവസങ്ങളിൽ ആ വാതിൽ കൂടെ അവർ കടന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ സഹായിക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ദയവായിട്ടിരുന്നാട്ട് ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ചിന്തയിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന റോമക്കലേനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ മാത്രമല്ല, റോമ സഭയുടെ ജീവിതത്തിൻ്റെ അനുഭവം കൂടെ വെച്ചുകൊണ്ട് തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടെ പൗലോസ് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കും, അത് തന്നെയാണ് നമ്മുടെ അനുഭവം. അപ്രകാരം അത് തന്നെ അനുഭവം എന്ന് നാം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലത്തെ ദൈവം ഇന്നലെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ദൈവമല്ല. അവൻ ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാണ്. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ കൂടെ നിവർത്തിച്ചത് നാളെയും എൻ്റെ ജീവിതത്തിൽ കൂടെ നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്.
ഇന്നലെ ചെയ്ത അത്ഭുതം നാളെയും അവൻ ചെയ്യും. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചനാണ് എൻ്റെ ദൈവമെങ്കിൽ ഈ ഫെലിസ്ത്യ മല്ലൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിപ്പാൻ അവൻ പരിപൂർണമായ ശക്തനാണ്. ജീവിതത്തിൽ ദൈവമക്കളെ പിന്നോട്ട് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളുടെ പാത മുൻപോട്ട് മാത്രമേ ഉള്ളൂ. അവരുടെ മുൻപിൽ ചെങ്കടലായിരിക്കാം, പിൻപിൽ മിസ്രൈം സൈന്യമായിരിക്കാം. ചെങ്കടൽ എൻ്റെ ദൈവത്തിനൊരു പ്രശ്നമല്ല. ദൈവം അക്കരയ്ക്ക് വേണ്ടി വിളിച്ചവനാകുന്നുവെങ്കിൽ അക്കരെ കൊണ്ട് എത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് എന്നോടുകൂടെ ചേർന്ന് ആമേൻ പറയുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഒരു കാര്യമാണ്, നമ്മുടെ വിശ്വാസമാണ് നമ്മെ പരിപൂർണമായിട്ട് ചെയ്യാളിയാക്കുന്നത്. വിശ്വസിച്ച് നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ അവസ്ഥകളെ മാറ്റുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഒന്ന്, ആർക്കാണ് ദൈവം നല്ലവൻ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർ. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ? ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? രണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. അപ്പോൾ ദൈവം ഒരു പർപ്പസോടുകൂടിയാണ് വിളിച്ചിരിക്കുന്നത് എന്നും, അത് പാസ്റ്റർമാരെ മാത്രമല്ല ദൈവം വിളിച്ചത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോടുകൂടെ ചേരുവാൻ തക്കവണ്ണം യോഗ്യത ലഭിച്ച എല്ലാവരെയും, അഥവാ എല്ലാ വിശ്വാസികളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു പർപ്പസോടുകൂടെ ആകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആർക്കാണ് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? ഈ രണ്ട് ക്വാളിറ്റി ഉള്ളവർക്ക്. എന്തുവാ അവരുടെ ക്വാളിറ്റി? അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് അവർ. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നവർ, ഈ ഒരു ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട് എങ്കിൽ ഒരു കാര്യം സത്യമാണ്, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഫൈനലി കടന്നു വരുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഒരു നന്മ അതിനകത്ത് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ കഷ്ടത നാളെ എനിക്കൊരു നന്മയായിട്ട് മാറ്റപ്പെടുവാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോടുകൂടെ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. ഇന്നത്തെ കഷ്ടത നാളെ എൻ്റെ അനുഗ്രഹമാണ്, നാളത്തെ എൻ്റെ നന്മയാണ്. ഹല്ലേലൂയ. ഈ കഷ്ടതയിൽ ഞാൻ ദിനംതോറും കിടക്കുവാൻ പോകുന്നില്ല, അതെനിക്കൊരു നന്മയായിട്ട് മാറ്റപ്പെടുവാൻ പോകുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് അനേക ദൈവഭക്തന്മാരെ അനുഭവത്തിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കും. എല്ലാം വിശദീകരിപ്പാൻ എൻ്റെ മുൻപിൽ സമയമില്ല, തിരുമേശ എൻ്റെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ചുരുക്കം ചില വാചകങ്ങൾ കൂടെ നിങ്ങളുടെ ഫെയ്ത്തിനെ ഒന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം, ജനസിസ് ചാപ്റ്റർ 50 വേഴ്സ് നമ്പർ 20. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വം ഞാൻ കൊടുക്കുക. നിങ്ങൾക്കറിയാം ആരെക്കുറിച്ച് ഇവിടെ പറയുന്നു എന്നുള്ളത് കൂടുതൽ വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു യോസെഫിനെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പൻ്റെ ഇഷ്ടപുത്രനായി ജനിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നവൻ അപ്പൻ വളരെയധികമായി സ്നേഹിച്ചു. തൻ്റെതായിരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളിൽ അപ്പൻ്റെതായിരിക്കുന്ന പരിപാലനം അവനെ അനുഭവിച്ചതാ. പക്ഷെങ്കിൽ അപ്പൻ കഴിഞ്ഞ നാളുകൾ സ്നേഹിച്ച സ്നേഹത്തിന് നേരെ വിരുദ്ധമായിരിക്കുന്ന ഒരു കാര്യങ്ങളിലേക്കാണ്, ഒരു വലിയ ഉയർച്ചയിൽ നിന്ന് പരിതാപകരമായിരിക്കുന്ന ഒരു താഴ്ചയിലേക്ക് വീണപ്പെട്ട ഒരു വ്യക്തിയാണ് യോസെഫ്. ഒത്തിരി പ്രായമോ എക്സ്പീരിയൻസോ ഒന്നും അദ്ദേഹത്തിന് പറയുവാനില്ല. വീഴുന്ന പ്രായമെന്ന് പറയുന്നത് വളരെ ചെറുപ്രായമാണ്. ചെറുപ്രായത്തിൽ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും താഴേക്ക് അപ്പൻ്റെ ഇഷ്ടപുത്രനായിരുന്ന മകൻ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു അടിമയായിട്ട് ഒരു ഭവനത്തിൽ അടിമവേല ചെയ്യുവാൻ തക്കണം ഇടിയായിത്തീർന്നത്. അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് നാട്ടുകാരല്ല, അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് സ്വന്തം സഹോദരങ്ങൾ. ഒരു
പക്ഷെങ്കിൽ യോസേഫിനെ പോലെ അനുഭവിക്കുന്ന ചിലരെങ്കിലും ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും സഹോദരങ്ങൾ കൂടെ നാം ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു വാക്കുകളാകുന്നുവെങ്കിൽ അവരുടെ യാത്രകൾ കൂടെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു നല്ല വാക്കുകളായിരിക്കത്തില്ല. പകരം അവർ തരുന്നത് ഒരു കാരാഗ്രഹത്തിൻ്റെ അനുഭവമായിരിക്കും എനിക്കും നിങ്ങൾക്കും തരുന്നത്. കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയി, അനേക അനുഭവങ്ങൾ കൂടെ മുൻപോട്ട് കടന്നുപോയി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇത്രമാത്രം ഉന്നതത്തിൽ നിന്നൊരു മനുഷ്യൻ ഇതെങ്ങനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ കണ്ടതായിരിക്കുന്നൊരു വലിയ സത്യമുണ്ട്. തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന ഈ പ്രതികൂലങ്ങളിൽ ഒരു പ്രാവശ്യം പോലും യോസേഫ് പിറുപിറുത്തതായിട്ട് ഞാൻ കണ്ടില്ല. പിറുപിറുക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. കാരണം അത്രമാത്രം വേദനാജനകമാകുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? ഞാൻ എൻ്റെ സഹോദരന്മാരുടെ നന്മയെ ആഗ്രഹിച്ചത്, എൻ്റെ ഈ ദൈവത്തോട് ഞാൻ ബന്ധപ്പെട്ടാൽ ഞാൻ ജീവിച്ചേ. ദൈവത്തിനു മുമ്പാകെ ഞാൻ കുറ്റമില്ലാത്തവർ. അനേക കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ചോദ്യം ചോദിക്കും, ദൈവമേ എന്തുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു? ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പോയതായിരിക്കുന്ന കഠിനമായിരിക്കുന്ന ശോധനയുടെ നടുവിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്നെ നീ കൈവിട്ടോ എന്ന്, എന്നെ നീ തള്ളിക്കളഞ്ഞോ എന്ന്. ജീവിതത്തിൽ ചോദിച്ചതായിരിക്കുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷെങ്കിൽ അന്നും ദൈവം എന്നോട് സംസാരിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ്. ഇപ്രകാരം ഒരു ഭാഗത്ത് പോലും ഈ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്ന സമയത്ത് യോസേഫിൻ്റെ അധരങ്ങൾ പിറുപിറുപ്പിൻ്റെ വാക്കുകളൊന്നും കടന്നു വന്നിട്ടില്ല. ദൈവമക്കൾ ശ്രദ്ധിക്കണം. പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, ഈവൻ സ്വന്തം പ്രിയപ്പെട്ടവർ നമ്മെ ഉപദ്രവിക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടവരെ കാണുവാൻ സാധിക്കും. എന്തിന്? എൻ്റെ അരുമനാഥനാകുന്ന യേശുവിടെ സ്വന്തം സഹോദരങ്ങളുടേതായിരിക്കുന്ന വാക്കുകൾക്ക് അതിന് പോലും ഉത്തരം കൊടുക്കുവാൻ സാധിക്കാതെ പോയവനാ. യേശുവിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ. സ്വന്തം സഹോദരന്മാർ വന്ന് ചോദിക്കുകയുണ്ടായി, നീ വലിയ പ്രവൃത്തിയൊക്കെ നീ ഇവിടെ ചെയ്യുന്നുണ്ട്, യെരൂശലേമിൽ പോയിട്ട് നീ അതൊന്ന് ചെയ്യാൻ. ഇതാ സ്വന്തം സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ഈ സ്വന്തം സഹോദരന്മാർ യേശു വിശ്വസിപ്പാനും യേശുവിൻ്റെ ശിഷ്യരായി മാറ്റപ്പെടുവാനും ഇടയായിത്തീർന്നത്. പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും പിറുപിറുക്കുവാനിടയാകരുത്. പിറുപിറുക്കുക എന്നുള്ളതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് പറയും ദൈവത്തോടുള്ള ആശ്രയം എൻ്റെ കുറയുക. ദൈവമക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാകുന്നുവെങ്കിൽ, അവൻ തൻ്റെ കരങ്ങളിൽ എന്നെ വഹിച്ചിരിക്കുന്നെന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ, പലപ്പോഴും യോഹന്നാൻ 10-ാമത്തെ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കാറുണ്ട്. ഒരു ദൈവ പൈതലിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയപ്പെടുന്ന വാക്കുകൾ ഇപ്രകാരമാണ്. എടുക്കേണ്ട കാര്യമില്ല. യേശു ഇപ്രകാരം പറയുന്നു, അവയെ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് സകലരും വലിയവൻ, അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയത്തില്ല. അവയെ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും. പിതാവാണ് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തത്. ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാൻ ആർക്കും സാധ്യമല്ല. എങ്കിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല. ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധവചനം പഠിപ്പിക്കുന്നൊരു തുടർന്ന് കർത്താവായ യേശു പറയുന്നു, ഞാനും അവയെ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ദൈവത്താൽ ഞാൻ പിടിക്കപ്പെട്ടവനായിട്ട്, ദൈവം തൻ്റെ കരങ്ങളിൽ എന്നെ
വഹിച്ചവനായിട്ട്, കർത്താവ് യേശുവിൻ്റെ ഉള്ളംകരങ്ങളെ വഹിച്ചവനായിട്ട് ഞാൻ ആയിരിക്കുമ്പോൾ, അങ്ങനെയാണ് എൻ്റെ ജീവിതമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അറിവ് കൂടാതെ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം ദൈവം അറിഞ്ഞേ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുക, കല്ലിൽ 2 പ്രാവശ്യം തട്ടിയാൽ ഞാൻ മനസ്സിലാക്കും അത് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ട് ആ ദൂതന്മാർ കണ്ണടയ്ക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിന് ചിലത് എന്നെക്കുറിച്ച് പഠിപ്പിക്കുവാനുണ്ട്, എൻ്റെ കണ്ണുകൾ തുറക്കുവാനുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, ആ ദൂതന്മാർ ആ ജോലി ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കാല് കല്ലിൽ തട്ടത്തില്ല, പിന്നെ നീ അനുവദിച്ചിട്ടാണ് എൻ്റെ കാൽ കല്ലിൽ തട്ടിയത്. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, വൃഥാവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ ആരും ചിന്തിക്കുവാൻ ഇടയാകരുത്. ദൈവം അനുവദിക്കാതെ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. പ്രിയ, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി യോസഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്, അവസാനം എവിടെ കടന്നു വന്നു? ഒരു തെറ്റ് പോലും ചെയ്യാതെ. യോസഫിൻ്റെ ഭാഗത്തിൻ്റെ തെറ്റുകൊണ്ടല്ല യോസഫ് കഷ്ടപ്പെട്ടത്. യോസഫ് ഫൈനലി കടന്നു വന്നത് ഇവിടെ നിങ്ങൾക്കറിയാം, ഫറവോൻ്റെ കാരാഗ്രഹത്തിൽ കടന്നു വരുവാൻ കാരണമായി. എന്തിനാ ദൈവം യോസഫിനെ ഫറവോൻ്റെ കാരാഗ്രഹത്തിലേക്ക് അയച്ചു? അവിടെ 2 പേര് കിടപ്പുണ്ട്. ആ കിടക്കുന്നവരുടെ കാരണം എന്നാണെന്നറിയാമോ? അവർ മുഖാന്തരമാണ് ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നത്. നിന്നോടുകൂടെ നിന്നോടുകൂടെ കിടക്കുന്ന ചിലരുണ്ട്. നിന്നോടുകൂടെ അതേ അവസ്ഥയിലാണ് കിടക്കുന്നത്. ആ അവസ്ഥയിൽ കിടക്കുന്നവർ മതി നിന്നെ സ്വർഗസ്ഥനായ ദൈവത്തിന് ഉയർത്തുവാൻ തക്കവണ്ണം. ദൈവത്തിന് വലിയതൊന്നും വേണ്ട സഹോദര, ദൈവത്തിന് ഒരു കാക്കയെ മതി നിന്നെ കൊണ്ട് പോറ്റുവാൻ. സാരാഫത്തിലെ വിധവയുടെ ഒരല്പം മാവ് മതി നിന്നെ പോറ്റുവാൻ തക്കവണ്ണം. ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ നടത്തുവാൻ തക്കവണ്ണം കഴിവുള്ളത് എൻ്റെ സ്വർഗത്തിലെ ദൈവമാകുന്നുവെങ്കിൽ, എനിക്കിവിടെ അവൻ അത്ഭുതം ചെയ്യുന്ന കർത്താവാകുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സഭ മനസ്സിലാക്കണം, അല്പം കൊണ്ട് മതി കൊണ്ട് പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാ യേശുവെന്നുള്ളത്. അവന്റെ പേരാണ് യേശുവെന്നുള്ളത്. അവൻ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവൻ. സംഭവത്തിലേക്ക് കടന്നു വരുമ്പോ എന്ത് സംഭവിച്ചു? സഹോദരന്മാർ ചിന്തിച്ചതിന് തൊട്ട് വ്യത്യസ്തമായിട്ട് അവരെ അത്ഭുതപ്പെടുത്തുമാറ് യോസഫ് ഇപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ 2ാമനായിട്ട് വാഴുക. സഹോദരന്മാർ വന്ന കാര്യങ്ങളൊക്കെ അറിയുക. അല്പകാലം മുൻപോട്ട് കടന്നുപോയി സ്വന്തം പിതാവ് മാറ്റപ്പെട്ടപ്പോൾ സഹോദരന്മാർക്ക് ഉള്ളിലൊരു ഭയം. എന്ത് അധികാരം വേണമെങ്കിലും യോസഫിന് ഉപയോഗിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും കാരാഗ്രഹത്തിൽ അടയ്ക്കാം. ആ ഒരു ഭയത്തോടെ യോസഫിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ യോസഫ് കൊടുക്കുന്നൊരു മറുപടിയായത്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ യഹോവ ഇന്നുള്ളതുപോലെ അത് അനുഗ്രഹമാക്കി തീർത്തു. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമായിരിക്കത്തില്ല, ബഹുജനത്തിന് അത് അനുഗ്രഹമായി മാറ്റപ്പെടും. ദൈവത്തിൻ്റെ വിശുദ്ധ വചനമാത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എന്ത് സംഭവിച്ചു യോസഫിൻ്റെ ജീവിതത്തിൽ? യോസഫ് പറഞ്ഞത് സത്യമാണ്, നമുക്കറിയാം. എത്രയോ ജനം വിശപ്പ് കൊണ്ട് മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം ആ യോസഫിനെ ഉയർത്തി. ആ ദേശത്തിന് ആഹാരം കൊടുക്കത്തക്കവണ്ണം, മറ്റ് സമീപ രാജ്യങ്ങളുള്ളവർക്ക് ആഹാരം കൊടുക്കത്തക്കവണ്ണം യോസഫിനെ ഉയർത്തുവാൻ തക്കണം ഇടിയായിത്തീർന്നൊരു കാരണമെന്ന് പറയുന്നത് അവൻ കടന്നുപോയതാർക്ക് സഫറിങ്സാ. എന്നാൽ ദൈവം ഒരു കാര്യം ചെയ്തു. യോസഫിൻ്റെ കഷ്ടതയെ ദൈവം എന്താക്കി തീർത്തു? ഒരനുഗ്രഹമാക്കി തീർത്തു. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവമെന്ന് പറയുന്നത് മാറയിലെ കയ്പിൻ്റെ വെള്ളത്തെ മധുരമാക്കി തീർക്കുന്നവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ,
ഹാലിൽ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. ഒരു രാജാവ് ഒരു പ്രവാചകനെ വിളിച്ചു. ആ പ്രവാചകനെക്കുറിച്ച് വലിയ കേൾവിയുണ്ട്. ആ കേൾവി പ്രകാരമാണ് ഈ പ്രവാചകൻ്റെ അത്തരങ്ങൾ കൂടെ കടന്നു വരുന്ന വാക്കുകൾക്ക് അനുസരണമായിട്ട് സംഭവിക്കുമെന്നുള്ളത്. അവൻ ആരെ അനുഗ്രഹിച്ചാലും അവരെ അനുഗ്രഹിക്കും, അവിടെ ആരെ ശപിച്ചാലും ശപിക്കപ്പെട്ടിരിക്കും. ഒരു യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഒരു രാജാവ് ആഗ്രഹിച്ചത് പ്രവാചകൻ്റെ ഒരു വാക്കാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം, ബിലെയാമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു രാജാവ് മിടുക്കനായിരുന്നെങ്കിൽ യുദ്ധത്തിനാണ് പോകേണ്ടത്. രാജാവ് യുദ്ധത്തിനല്ല പോയത്. രാജാവ് ഒരു പ്രവാചകനെ വരുത്തി ജനത്തെ ശപിക്കുവാൻ തക്കോണം ആഗ്രഹിച്ചു എന്നുള്ളത് കാണുന്നു. സ്വർഗസ്ഥനാർക്ക് ദൈവം പറയപ്പെടുന്ന ഒരു വേർഡ് ഇപ്രകാരമാണ്: ആ ബിലെയാമിൻ്റെ ശാപത്തെ ദൈവം എന്താക്കി? ഒരനുഗ്രഹമാക്കി മാറ്റി. ദോഷത്തിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെങ്കിൽ അവസാനം എന്തായി മാറ്റപ്പെട്ടു? അതൊരു അനുഗ്രഹമായി തീരുവാൻ തക്കടം ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ മക്കളെ മനസ്സിലാക്കണം, എൻ്റെ കഷ്ടത നാളെ എനിക്കൊരു അനുഗ്രഹമാണ്. എൻ്റെ കഷ്ടത നാളെ എനിക്കൊരു നന്മയാണ്. ആ കഷ്ടതയായിട്ട് കിടക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ കൂടെ സ്വർഗസ്ഥനാർക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുത്തുവാൻ തക്കടം സ്വർഗസ്ഥനാർക്ക് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അവസ്ഥകൾക്ക് ഒരു മാറ്റം തരുന്നൊരു കർത്താവാണ് എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നൊരു ഭാഗം ഇതാണ്. ആ വേർഡ് പ്രകാരം ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അവൻ്റെ സൗരഭ്യവാസനം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഞാനും പലപ്പോഴും പൗലോസിനോട് വിളിച്ച് സ്തോത്രം പറയാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ദൈവം കഴിഞ്ഞ നാളുകൾ പ്രതികൂലങ്ങൾ തന്നിട്ടില്ലെന്നല്ല, പക്ഷേ എന്നെ നടത്തിയ ഒരു വഴികളെ ഓർക്കുമ്പോൾ ഒന്ന് ഞാൻ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവനെ നടത്തിയത് ജയോത്സവമായിട്ടാണ് നടത്തിയത്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അന്നും എനിക്ക് അവൻ ഉള്ളിൽ സന്തോഷം തന്നിട്ടുണ്ട്. എനിക്ക് കഷ്ടതയാകാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ അവൻ തന്ന സന്തോഷമാണ്. അതുകൊണ്ടാണ് എൻ്റെ കഷ്ടത എനിക്കൊരു കഷ്ടതയാകാഞ്ഞത്. ആ കഷ്ടത്തിലും സന്തോഷിപ്പാൻ തക്കടം കാരണമായി തീർന്ന അതാ. അവിടെ ആ ദൈവമക്കൾ മനസ്സിലാക്കുവാൻ തക്കടം സാധിക്കേണ്ടത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിന് താരിക്കുന്ന ദോഷമായിട്ട് കടന്നു വരുന്നത് ഫൈനലി ടേൺ ഇൻ ടു ഗുഡ്. ദോഷമായിട്ട് സംഭവിക്കുന്നത് അവസാനമായി കടന്നു വരുമ്പോൾ അത് നന്മയായിട്ടത് മാറ്റപ്പെടുകയാണ്. ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റുന്നുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം പറയുന്നുണ്ട്. വായിച്ചാട്ട് 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1 പത്രോസ് 3:9. 1 പത്രോസ് 3:9. അല്ലല്ലോ, ദോഷത്തിന് ദോഷവും പ്രൈസ് ഗോഡ്. എന്താ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസനെ കൂടെ വെളിപ്പെടുത്തുന്നത്? ദോഷത്തിന് ദോഷം നാം പകരം ചെയ്യരുത്. നാം പകരം പ്രവർത്തിക്കേണ്ടവരെ. പിന്നെ എന്താ നാം ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, നാം അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് we are called to be blessed. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് എന്നെ അവൻ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു അനുഗ്രഹം ഞാൻ അനുഭവിക്കണമെങ്കിൽ എൻ്റെ അധരങ്ങൾ കൂടെ ഒരു കാര്യം വേണം. ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു സ്വഭാവം. മറ്റുള്ളവരുടെ നന്മ എനിക്കൊന്ന് കാണുവാൻ സാധിക്കുമെങ്കിൽ, മറ്റുള്ളവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ, ദൈവമക്കളെ ഇതൊരു വലിയ സത്യമാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ദേശത്ത് തന്നെ അയ്യോബ് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ശരീരം മുഴുവൻ ചുരണ്ടിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ. ആ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് സ്വർഗത്തിലെ ദൈവം പറയുന്നത്,
നിൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. അവസ്ഥകൾക്കൊരു മാറ്റവും വന്നില്ല കേട്ടോ. ആ ത്വക്ക് അതുപോലെ തന്നെ ഇരിക്കുക. ഒരു മാറ്റങ്ങളും സൗഖ്യമായിട്ടല്ല. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇയ്യോബേ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവൻ ആ സ്ഥാനത്തായിരിക്കുമ്പോൾ തന്നെ അതുപോലെ വേദനയോടുകൂടെ ആയിരിക്കുമ്പോൾ ഇയ്യോബിനോട് പറഞ്ഞ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൊച്ചു കാര്യമാണോ? നമ്മൾ ആദ്യം കേട്ടപ്പോൾ മനസ്സിലായി ഈ സ്നേഹിതന്മാരെന്നുള്ള വേർഡ് നല്ലതാ. പക്ഷേ ഒരല്പം കഴിഞ്ഞു സംസാരം കടന്നു വന്നപ്പോൾ അവരുടെ സംസാരം മുഴുവൻ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്നതാണ്. 3 പേര് മാറി മാറി ഇരുന്നുകൊണ്ട് ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്ന കുറ്റാരോപണം. ഒന്ന് മനസ്സിലാക്കണം, ഇത്രമാത്രം ശരീരത്തിൽ വേദനയോടുകൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, സകലതും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ തനിക്കെതിരായിട്ട് മുൻപോട്ട് കടന്നു പോകുന്ന സമയത്ത് ആ മനുഷ്യനോട് ദൈവം പറയുന്നൊരു കാര്യമാ, നിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. എന്തിനാ? അവരുടെ അനുഗ്രഹത്തിനായി. ഒന്ന് ശ്രദ്ധിച്ചോണേ, അല്പം ഡിഫിക്കൽട്ടാ. പക്ഷെങ്കിൽ ഒരു കാര്യം ദൈവം പറഞ്ഞതുപോലെ ഇയ്യോബ് ചെയ്തു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ പ്രാർത്ഥന കേട്ടു. സ്നേഹിതന്മാരോട് ദൈവം ക്ഷമിച്ചു. ഇയ്യോബിന് ലഭിച്ച അനുഗ്രഹം എന്താണെന്നറിയാമോ? തൻ്റെ അവസ്ഥകളെ സ്വർഗത്തിലെ ദൈവം മാറ്റി. മനസ്സിലായോ? അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിന് പിശുക്ക് കാണിക്കരുത്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന പിശുക്ക് കാണിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെയാണ് അനുഗ്രഹം വരാതിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഓപ്പൺനെസ് നമുക്കുണ്ടാകുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്, ദോഷത്തിന് പകരം ദോഷം നീ ചെയ്യരുത്. അവർ ദോഷിക്കുന്നത് ദോഷമാണ് ചെയ്തത്. ഇയ്യോബിൻ്റെ കൂട്ടുകാരെ ഇയ്യോബേ നിൻ്റെ കൂട്ടുകാർക്ക് ദോഷമാണ് ചെയ്തത്. നീ പകരം ചെയ്യുവാനുള്ളവനല്ല, പിന്നെയോ നീ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനായതുകൊണ്ട് കൂട്ടുകാരെ നീ ഒന്ന് അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറന്നു കളയരുത്. ഒരു ദിവസം 5 പേരെങ്കിലും മനസ്സുകൊണ്ട് പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളത് അനുഗ്രഹിക്കാൻ നോക്ക്. അവരെ കാണുമ്പോൾ വെറുതെ പൊക്കച്ചം പറയുവാനിടയാകരുത്. അത് ദോഷമേ ചെയ്യത്തുള്ളൂ. പക്ഷെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് അവരെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും. എൻ്റെ കർത്താവേ, ഈ സഹോദരനെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രതികൂലങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിര്. അവരുടെ പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിര്. സ്വർഗസ്ഥനായ ദൈവം അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം തരുവാനിടയായിത്തീരും. അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്, അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 2 എന്താ നന്മയായിട്ട് കൂടി വ്യാപരിക്കുന്നത്? രണ്ടാമത് കൂടി വ്യാപരിക്കുന്നത് റോമക്കലേനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. റോമർ 8:29. രണ്ടാമതായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവർക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾ അവരെ ആരോട് തുല്യനാക്കുന്നു? കർത്താവായ യേശുവിനോടുകൂടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറയുവാനിടയായിത്തീർന്നു. അവിടെ വെളിപ്പെടുത്തുന്നത് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ്. കർത്താവായ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ. അപ്പോൾ നമ്മളെ ഒന്ന് അനുരൂപരാക്കുക, ദ സെയിം ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് എൻ്റെ ജീവിതത്തിൽ ഇത് കടന്നു വന്നത്. അതെനിക്ക് നന്മയാകട്ടോ. എന്തുവാ എൻ്റെ ജീവിതത്തിൽ വരുന്ന പരിവർത്തനം? ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും കാണുന്ന ഒരു സത്യമുണ്ട്. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ നമ്മൾ പെട്ടെന്ന് മാറ്റപ്പെടും. അതിന് ശേഷമുള്ള മാറ്റമാണ് നടക്കാത്തത്. പലരുടെയും ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ളിൽ നടക്കാത്തത് കൊണ്ട് അവരുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനുമില്ല. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. എൻ്റെ ഉള്ളിൽ വരുന്ന പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം ആത്മീയമായിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിൽ പരിവർത്തനം നടക്കുന്നില്ല എങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം സ്റ്റക്കായിരിക്കും. ആത്മീയ ജീവിതം തളർന്നു കിടക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ ആ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ദാസൻ്റെ പൗലോസിൻ്റെ വാക്ക് വീണ്ടും ഞാൻ ഇവിടെ എടുക്കട്ടെ. ആ വേർഡ് പ്രകാരമാണ്, ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നെക്സ്റ്റ് വേർഡ് വളരെ ഇമ്പോർട്ടൻറ്റ്. മനസ്സ് പുതുക്കി. എന്തോ ഇടം രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ എന്തോ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. മനസ്സ് പുതുക്കണം. എങ്ങനെയായി മനസ്സ് പുതുക്കുന്നത്? കഴിഞ്ഞ നാളുകൾ തെറ്റല്ല എന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവദാസനം കൂടെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിരുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ കടന്നു വരുന്ന രൂപാന്തരമുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. ഇവിടെയാണ് മനസ്സൊന്ന് പുതുക്കുന്നത്. ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോഴാണ് ഞാനും നിങ്ങളും കർത്താവായ യേശുവിന് അനുരൂപരായിത്തീരുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം. ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഞാനും നിങ്ങളും സ്റ്റക്കായിട്ട് നിൽപ്പുണ്ടെങ്കിൽ, ആത്മീയമായിട്ട് വളരാതെ നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതാ. രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും മനസ്സില്ല. നമ്മൾ ചിന്തിച്ച് വച്ചിരിക്കുന്ന കാര്യമെന്ന് ഇത്രയും കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായെന്നാ. പക്ഷേ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് അതല്ല. ദൈവത്തിൻ്റെ വിശുദ്ധത നമ്മളിപ്പോൾ വായിച്ചു കാണിക്കുന്ന വാക്യത്തിലേക്ക് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ കടന്നു വരട്ടെ. റോമർ 8:29. ആ ആ See, God predestined. മുന്നമേ നിയമിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ 2 വാക്യങ്ങൾ ഒരുമിച്ച് പഠിക്കും. 1 മുന്നറിവ്, 2 മുൻ നിയമനം. മുന്നറിവെന്ന് പറയുന്നത് ഇറ്റ്സ് ഗാഡ്സ് ഫോർ നോളജ്. നാളെ എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്നുള്ളത് ദൈവത്തിനറിയാം. ആദാം പാപം ചെയ്യുമെന്നുള്ളത് ദൈവത്തിനറിയാം. അത് മുൻനിർണയം. പക്ഷെങ്കിൽ അത് മുൻനിയമനമായിരുന്നില്ല. അപ് ടു ആദാമിൻ്റെ കയ്യിലാത്. പക്ഷെ എന്ത് സംഭവിച്ചു? മുൻനിയമനം വന്നു കഴിയുമ്പോൾ, മുൻനിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യു കനോട്ട് ചേഞ്ച്. ദാറ്റ് ഈസ് ഫൈനൽ. അപ്രൂവ്ഡ് ബൈ ഗാഡ്. ദൈവം അത് അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന അവിടെ പറയുന്നു. ദൈവം താൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അപ്പോൾ ദൈവം മുൻനിയമിച്ചത് എന്തുവാ? മുൻനിയമിച്ചത് കർത്താവായ യേശുവിനോട് ഞാൻ അനുരൂപനാകണം. അതാണ് ഗാഡ്സ് ഇൻറ്റൻഷൻ. ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന അതാ. അപ്പോൾ ആ നന്മ ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാത്രമേ ഈ രൂപാന്തരം നടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കരങ്ങളും ദൈവത്തിൻ്റെ കൃപയും അവരനുഭവിക്കുവാനായിട്ടിടയായിത്തീരും. 3-ാമത്തെ അനുഗ്രഹം വളരെ പെട്ടെന്ന് ഞാൻ പോകട്ടെ. വായിച്ചാട്ട് അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 22. അപ്പോസ്തലപ്രവൃത്തി 14:22. അപ്പൊ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ എങ്ങോട്ട് ചെന്നെത്തത്തുള്ളൂ? ദൈവരാജ്യം. എനിക്ക് വന്ന കഷ്ടത എനിക്കൊരനുഗ്രഹമായി. കർത്താവായ യേശു ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം പൗലോസ് പറയുന്നുണ്ട്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്
അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. ശ്രദ്ധിച്ചോ, അവനോട് കൂടെ. ആ വേർഡ് ശ്രദ്ധിച്ചോ, യു ആർ എ പാർട്ട്ണർ വിത്ത് ജീസസ്. ഏതിനാ? അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിനോ. അപ്പോൾ ഗ്ലോറിഫിക്കേഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ പൂർണ്ണതയിലേക്ക്, രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ, അത് ഞാൻ ആരോടുകൂടെ വരുന്നേ? കർത്താവായ യേശുവിനോടുകൂടെ. 2, എന്ത് ചെയ്യണം അതിന്? ഞാൻ അവനോടുകൂടെ കഷ്ടം. അപ്പോൾ എൻ്റെ കഷ്ടതയിൽ ഞാൻ ഒറ്റയ്ക്കോ അതോ യേശു കൂടോ? ഞാൻ ആരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നേ? യേശുവിനോടുകൂടെ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എൻ്റെ കഷ്ടതയിൽ എന്നെ വിട്ടുപോകുന്നൊരു കർത്താവല്ല ഞാൻ നിങ്ങൾ വിളിക്കുന്നവൻ. ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നു, കഷ്ടകാലത്ത് ഞാൻ അവനോട് വിളിച്ചപേക്ഷിക്കും, അവൻ എനിക്ക് ഉത്തരമരുളും. ദൈവം ഉത്തരമയക്കുന്നവൻ. അപ്പോൾ കഷ്ടത്തിൽ എന്നോടുകൂടെ ആയിരിക്കുന്നൊരു നല്ല കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നതിൻ്റെ ആവശ്യകത എന്തെന്ന് പറയുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കടതാകുന്നു. എൻ്റെ എൻഡ് റിസൾട്ട്, ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചത്, ദൈവത്തിൻ്റെ പൊന്മുഖം ഞാൻ നോക്കുവാൻ ഇടയായിത്തീർന്നത് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ല, പിന്നെയോ എനിക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കിയ ആ നല്ല കർത്താവിനെ കണ്ടുകൊണ്ട് ആ നിത്യത അവനോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ആ നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുന്നതായിരിക്കുന്ന ഒരനുഗ്രഹമാണ് കഷ്ടതയെന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ആ വേർഡ് ആവർത്തിക്കട്ടെ, നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുന്ന ഒരനുഗ്രഹമാണ് കഷ്ടതയെന്ന് പറയുന്നത്. ദൈവമക്കളെ, ഒരു കാര്യം സത്യമാണ്, എൻ്റെ കഷ്ടതയിൽ നിന്ന് അവനെ വിടുവിച്ചാലുമില്ല, വിടുവിച്ചില്ലെങ്കിലും വേണ്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കഷ്ടതയിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞ്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ നോക്കുവേൻ. എനിക്കും നിങ്ങൾക്കുള്ളൊരു വാതിൽ ഇടുക്കുവാതിൽ, വിശാലമായിരിക്കുന്നൊരു വാതിൽ, ഒരു സുലഭമായിട്ട്, ഒരു സുഖമായിട്ടുള്ള യാത്ര ഒരു ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല. ഒരു പട്ടുമെത്ത ദൈവമക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല. ദൈവം പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് 100 മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷങ്ങൾ ഒന്നുകൊണ്ട് കൂടെ, കഷ്ടതയോടുകൂടെ. ഒരു കഷ്ടപ്പാട് ദൈവം തൻ്റെ മക്കൾക്ക് വെച്ചിട്ടുണ്ട്. അതാണ് എന്നെയും നിങ്ങളെയും മോൾഡ് ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. അതാണ് എന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടി രൂപാന്തരപ്പെടുത്തുന്നു? ആ പുത്രനോട് അനുരൂപരായി തിരുവാന്തരം രൂപാന്തരപ്പെടുത്തുന്നുവെങ്കിൽ, അതെന്നെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ, ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നോത്താട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം പൗലോസിനോട് ചേർന്ന് പറയുവാൻ സാധിക്കുമോ? നാം അറിയുന്നു, ഞാൻ അറിയുന്നു. ഇന്ന് ഉറപ്പോടുകൂടെ കടന്നു പോകട്ടെ, എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടേൺ ടു ഗുഡ്. അത് നന്മയ്ക്കായിട്ട് മാറ്റപ്പെട്ട ഹോളി സ്പിരിറ്റ് എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് നടയട്ടെ. ഒരൽപ്പ നിമിഷങ്ങൾ വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞാട്ട്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ സകലത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചാട്ട്, എന്നെ ജീവിതത്തിൽ സകല നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നവൻ
ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല. ഹല്ലേലൂയ. എന്നെ അവൻ അടിച്ചാലും അവനെ സ്നേഹിക്കുന്നുവെന്ന് പാട്ടുകാരൻ പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ടൊന്ന് പറയുവാൻ സാധിക്കുമോ? എൻ്റെ കർത്താവേ, ഞാനൊന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നാളെ എനിക്കൊരു നന്മയായി മാറ്റപ്പെടുവാൻ പോകുക, എനിക്കൊരു അനുഗ്രഹമായി തീരുവാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസമായിട്ടൊന്ന് ഏറ്റെടുക്കുവാൻ സാധിക്കും. ഹൃദയം കൊണ്ടൊന്ന് പറയുമോ? ഇന്നത്തെ കഷ്ടത നാളെ എനിക്ക് നന്മയായിട്ട് മാറ്റുന്നവൻ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നവർ. ഹല്ലേലൂയ. ഈ ഒരവസ്ഥ Glorious my Father, we praise you, my Lord, we thank you. We thank you, my Lord, we thank you, my Master, we thank you. ഒന്ന് ദൈവത്തോട് പറഞ്ഞാട്ട് ഇന്ന് നാം കടന്നു പോകുന്ന അവസ്ഥകളെ ഒന്ന് മുൻപിൽ കണ്ടിട്ട് ഒന്ന് പറഞ്ഞാട്ട് ഇത് ഒരു നന്മയായി മാറ്റപ്പെടുവാൻ പോകുക, ഇതൊരു അനുഗ്രഹം. യെസ്, ഗോഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്. ദൈവം അത് മാറ്റുവാൻ പോകുക. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഞാൻ കടന്നു വന്നത് മാറയുടെ അനുഭവം. അവിടെ വെള്ളം ദാഹിച്ചാൽ ഞാൻ കടന്നു വന്നത്. പക്ഷേ എനിക്ക് കിട്ടിയതായിരിക്കുന്ന വെള്ളമെന്ന് പറയുന്നത് എൻ്റെ ദാഹത്തെ മാറ്റുന്നതിന് പകരം രോഗം വരുത്തുന്നവനാ. എന്നാൽ മാറയുടെ വെള്ളം കയ്പായിരിക്കുന്ന വെള്ളത്തെ മധുരമാക്കിയൊരു നല്ല കർത്താവ് എൻ്റെ ദൈവമാകുന്നുവെങ്കിൽ ഹല്ലേലൂയ. വെള്ളത്തിന് മാറ്റം, വെള്ളത്തിന് സ്ഥലത്തിന് മാറ്റം വന്നില്ല, എന്നാൽ വെള്ളത്തിന് മാറ്റം വരുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ നാളുകളുടെ അനുഭവങ്ങൾക്ക് ഹല്ലേലൂയ മാറ്റങ്ങൾ വരുവാൻ ഇടയായിത്തീർന്നു. അതേ സ്ഥാനത്ത് അതേ രീതിയിൽ ഹല്ലേലൂയ എല്ലാം ലുക്സ് ലൈക്സ് ദ സെയിം. പക്ഷേ ദൈവം ഒരു മാറ്റം വരുത്തുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ഹല്ലേലൂയ പ്രത്യക്ഷമായിട്ട് ഒരടയാളവും കാണത്തില്ലായിരിക്കാം. കാറ്റും മഴയും നീ കാണത്തില്ല എങ്കിലും നീ കുടിക്കുന്ന ആർക്കത് കുഴികൾ വെള്ളം കൊണ്ട് നിറയപ്പെടുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ശക്തൻ എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ നാം കുഴിക്കുന്ന കുഴി എന്ന് പറഞ്ഞ വിശ്വാസത്താൽ നാം ഒന്ന് ഏറ്റെടുക്കുക. ഏറ്റെടുക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒന്ന് പറഞ്ഞാട്ട് അധരങ്ങൾ കൊണ്ട് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും നന്മയ്ക്കായി കൂടി അധരം കൊണ്ടൊന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glorious my Father, we praise you, we praise you, my Lord, we praise you, we praise you, we praise you. എൻ്റെ കർത്താവേ, നിനക്ക് നന്ദി രാജാ. ദേവനേ, നിനക്ക് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം ദൈവം മാറ്റുവാൻ ശക്തനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഒരൽപ്പ നിമിഷങ്ങൾ ദൈവത്തോട് സ്തുതിയാൽ നിറയപ്പെട്ടെ. വിശ്വാസ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. Glorious my Father, we thank you, my Master, we thank you. Thank you, my Lord, we thank you, we thank you, we thank you, we thank you. നന്ദി കർത്താവേ, നിനക്ക് നന്ദി രാജാ. ദൈവമേ, നിനക്ക് നന്ദി രാജാ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ ഏറ്റെടുത്താട്ട് ഇന്ന് പകൽക്കാലം അനുജയത്തോടുകൂടെ അല്ലാതെ ഒരൊറ്റ വ്യക്തി പോലും ഇവിടെ കടന്നു പോകരുത്. കടന്നു വന്ന പോലെ പോകുവാൻ അല്ല ദൈവം ഇന്ന് കൊണ്ടുവന്നത്. മാറ്റം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ Yes, my Father, we praise you, my Master. We thank you, my Lord. We thank you, we thank you. We thank you, my Lord. We thank you, we thank you. ചില അത്ഭുതങ്ങൾ അവൻ ചെയ്യുവാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില miracles അവൻ ചെയ്യുവാൻ പോകുക. Yes, my Father, you are going to see the hands of God. ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ നിങ്ങൾ കാണുവാൻ പോകുക. Yes, my Father, we praise you, my Lord. We praise you, 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 my Lord. We praise you, we praise you. Yes, my Father, we thank you, my Master. We thank you, my Lord. We thank you, we thank you. Thank you, my Lord. We thank you, we thank you. Yes, my Master, we thank you, my Lord. Yes, my Father, we praise you, my Lord. വിശ്വാസത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. Yes, my Lord.
ഹല്ലേലൂയ. മഹത്വമെല്ലാം തിരുമേനി എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.